എൻ്റെ പേര് അനിതയാണ്. എൻ്റെ മോളുടെ കുട്ടിയാണ് ഇവിടെ പഠിക്കുന്നത്. മോളുടെ പേര് അക്ഷര എന്നാണ്. നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. നല്ല മിസ്സുമാരാണ്, നല്ല ചേച്ചിമാരാണ്, ആൻറ്റിമാരാണ്. അവൾ നല്ല ഹാപ്പിയാണ്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എല്ലാം കൊണ്ടും നന്നായിട്ട് നല്ല ബിഹേവ് ചെയ്യുന്നുണ്ട് അവൾ എല്ലാ കാര്യങ്ങളും. ഹായ്, എൻ്റെ പേര് കാർത്തികാണ്. എൻ്റെ മോള് പേര് ഇൻബാണ്. അവളാണ് ഇവിടെ പഠിക്കുന്നത്. കടന്ന 1.5 കൊല്ലമായി ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ അത്ര സോഷ്യലിസം അതൊന്നും ചെയ്യാത്ത ആളാണ്. കുറച്ച് ഒറ്റയ്ക്ക് വളർന്ന മോളാണ്. സോ ഇവിടെ വന്നിട്ട് എല്ലാം കൂടി കുറച്ച് പഠിച്ചു. താങ്ക്സ് ടു വാക്ക് കിഡ്സ്. അപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം അക്കാഡമിക് ആയാലും അതർ ആക്ടിവിറ്റീസ് ആയാലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. സോ താങ്ക് യു ടു ദ ടീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽ. താങ്ക് യു. എൻ്റെ പേര് ചിന്നു ജോഷിത്ത്. ഞങ്ങൾ കല്ലൂരാണ്. എൻ്റെ മോളെയാണ് ആദ്യം ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ആക്കിയപ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് അതായത് സംസാരിക്കാൻ ലേറ്റ് ആയിരുന്നു, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് മോളെ ചേർത്തു. പ്രീ സ്കൂളിലാണ് ഞങ്ങൾ ആദ്യം ചേർത്തത്. നല്ലോണം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അത് കഴിഞ്ഞ് മോളെ ഇവിടെ തന്നെ നമ്മൾ LKG ചേർത്തു. LKG കഴിഞ്ഞിട്ട് നമ്മൾ UKG തൊട്ട് മാത്രമാണ് മോളെ മാറ്റിയത്. മോളെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമ്മർ ക്യാമ്പിൽ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നോക്കുകയും കെയർ ചെയ്യുകയും നന്നായി പഠിപ്പിക്കുകയും ചെയ്താൽ ഒറ്റ ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ നെക്സ്റ്റ് ടൈം എൻ്റെ മോനെയും ഇവിടെ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പം എൻ്റെ മോനും ഇവിടെ തന്നെയാണ് പ്രീ സ്കൂളിൽ പഠിക്കുന്നത്. അവനും സംസാരിക്കും, നല്ല രീതിയിലല്ലായിരുന്നു, പക്ഷെ ഇപ്പം നന്നായിട്ട് വർത്താനം പറയും. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മിസ്സുമാരെല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യും. എൻ്റെ മോള് സത്യ 2 വയസ്സായപ്പോഴേക്കും ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ 2.5 വയസ്സ്. ആളെ ഹാപ്പിയാണ്. ഓക്കിഡ്സിൽ വരാനായിട്ട് മടിയൊന്നുമില്ല. പിന്നെ ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് സന്തോഷം. ഹലോ, എൻ്റെ പേര് ഷീല. എൻ്റെ മോനെ ആദവ് വിജേഷ്. അവനിപ്പോൾ ഒരു 3 ഇയേഴ്സ് ആയിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. അപ്പം ഫസ്റ്റിൽ അവന് പോകാനൊക്കെ ഒരു മടിയായിരുന്നു. സ്കൂളിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ പോകണം എന്ന് പറയുമായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പോകണ്ട, എനിക്ക് വീട്ടിലിരുന്ന് കളിച്ച് ശീലം ആയതുകൊണ്ട് അവൻ അവിടെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ കളിച്ചാൽ മതി, സ്കൂളിൽ പോകണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു. നമ്മൾ ആദ്യം ഗവൺമെൻറ് നഴ്സറി കൊണ്ടുപോകാനാണ് നോക്കിയത്. അവിടെ പിന്നെ വേക്കൻസി ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ടീച്ചർമാരുടെ വെൽക്കൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നി ഈ സ്കൂളിനോട്. അങ്ങനെയാണ് ഇവിടെ ചേർക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. അവിടെ അവനും ഇവിടെ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ടീച്ചറുമായിട്ട് നല്ല കമ്പനിയായി. അവൻ തന്നെ നമ്മൾ ഒന്നും പറയാതെ തന്നെ ക്ലാസ് കയറി ഇരിക്കാൻ നോക്കി തുടങ്ങി. അതുകൊണ്ടൊക്കെ പിന്നെ ഇവിടെ തന്നെ അങ്ങ് ചേർത്തു. പിന്നെ ഇവിടെയുള്ള എന്താ പറയുക, ഇവിടുത്തെ കുട്ടികളുള്ള പെരുമാറ്റം, പിന്നെ നമ്മൾ വരുമ്പോൾ കുട്ടികൾ അങ്ങനെ സ്ട്രിക്റ്റായിട്ട് ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുന്നതല്ല കണ്ടിട്ടുള്ളത്. കുട്ടികളൊക്കെ ടീച്ചർ വരുമ്പോൾ ടീച്ചറെ കൂടെ തന്നെ കളിക്കുക, പിന്നെ മാഡം വരുമ്പോൾ മാഡത്തിൻ്റെ റൂമിലോട്ട് വന്നിരിക്കുക. അതൊക്കെ കണ്ടപ്പോൾ കുട്ടിയൊക്കെ കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരു സ്ഥലമാണെന്ന് തോന്നിയോണ്ടാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചേർത്തിട്ട് ഒരു 1 മന്തേ ആയിട്ടുള്ളൂ. അപ്പോൾ അവന് കുറേയൊക്കെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും അവിടെ വന്ന് പറയും വീട്ടിൽ. ചിലതൊക്കെ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവൻ പറയും. പഠിക്കണുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഇല്ല പഠിക്കുന്നില്ല അമ്മേ, അവിടെ കളിയാണ്, ഫുൾ ടൈം കളിയാണ്. പിന്നെ ടീച്ചേഴ്സ് വീഡിയോസ് ഇട്ട് തരും. അതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനമാണ്. നമ്മൾ കുട്ടി ഇവിടെ സേഫാണെന്നുള്ളൊരു സമാധാനം ഫോട്ടോ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഇവിടെ കളിക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ പ്രാർത്ഥന ഉണ്ടെന്ന് പറയും, അതൊരു നല്ല കാര്യമാണ്. കുട്ടികൾ ചെറുതിൽ പ്രാർത്ഥനയൊക്കെ പഠിക്കുന്നത് ഒരു നല്ലൊരു ഇതായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ സ്കൂളിൽ ചേർക്കുന്നത്. താങ്ക് യു. അവിടെ ചിലപ്പോൾ ഇത്രയും സംസാരിക്കുകയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സിനോടൊപ്പം കൂടി ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. താങ്ക് യു. 6 മാസത്തിലാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നാക്കിയത്. ഇപ്പോൾ തന്നെ മാഡത്തിൻ്റെ ഇൻട്രാക്ഷൻ ഒത്തിരി അട്രാക്റ്റീവായിരുന്നു.